ഹായ് എവരി വൺ. നമ്മൾ ടാലിൻ്റെ ഫസ്റ്റ് സെഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള ലാസ്റ്റ് 1 or 2 മന്തായിട്ട് നമ്മൾ ക്യുക്ക് ബുക്ക്, സോഹോ ഈ രണ്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ ആ രണ്ട് സോഫ്റ്റ്വെയർ കഴിഞ്ഞ് ഇന്ന് മൂന്നാമത്തെ സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന് പറയുന്നത്. ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ടാലി എന്ന് പറയുന്നത് ഒരു ബുക്ക് കീപ്പിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അതിനു മുന്നേ എൻ്റെ പേര് അഞ്ജിത ജോസ്. ഞാൻ വയനാട്ടുകാരിയാണ്. 6 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ക്യുക്ക് ബുക്ക്, സോഹോ ഈ രണ്ട് ക്ലാസ്സും കൂടിയവർക്കറിയാം. എനിവേ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ദെൻ ടാലിയിലേക്ക് നോക്കുന്ന സമയത്ത് ടാലി എന്ന് പറയുന്നത് ഒരു ബേസിക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ലാർജ് കമ്പനീസിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഇതിനകത്ത് കസ്റ്റമൈസേഷൻ വളരെ കുറവാണ്. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ മാത്രമാണ് ടാലി എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഓഫ്ലൈൻ ആയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ആവുന്നത്. നമ്മൾ സോഹോ, ക്യുക്ക് ബുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വെബ് ബേസ്ഡ് അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറുകളാണ്. ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമുക്കുള്ളൊരു ലോഗിൻ ID, പാസ്വേഡ് ഉണ്ടെങ്കിൽ നമ്മൾ ജിമെയിലിൽ പോയിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വെബ് അഡ്രസ്സിൽ കയറി നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ടാലി എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ടാലി എന്ന് പറയുന്ന സമയത്ത് ടാലി നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഡാറ്റ റിട്രൈവ് ചെയ്യണമെങ്കിലും സെയിം PC-യിൽ നിന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറിനേക്കാളും ടാലിനെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ. ദെൻ ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനിയാണ്. കർണാടക ബേസ്ഡ് ആയിട്ട് ബാംഗ്ലൂരു ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് ടാലി എന്ന് പറയുന്നത്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1986 കാലഘട്ടത്തിൽ ശ്യാം സുന്ദർ ഗോയങ്ക എന്ന് പറയുന്ന ഒരാളും അയാളുടെ മകനായിട്ടുള്ള ഹലോ ഹലോ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ദെൻ ഈ സോഫ്റ്റ്വെയർ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ശ്യാം സുന്ദർ ഗോയങ്ക എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഭരത് ഗോയങ്ക എന്ന് പറയുന്ന ആളും ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത് 1986. ഈ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടായൊരു സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
ശ്യാം സുന്ദർ ഗോയങ്ക എന്ന് പറയുന്ന ഒരാൾ, അയാൾ നല്ലൊരു ബിസിനസ് മാൻ ആയിരുന്നു. അന്നേരം അയാളുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ, ഇന്ത്യൻ മാർക്കറ്റിലുള്ള നല്ലൊരു സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യാം എന്ന് കരുതി അവർ ഇന്ത്യൻ മാർക്കറ്റ് റിസർച്ച് ചെയ്ത സമയത്ത് ഒരു നല്ല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ആ സമയത്ത് ഈ ഒരു പ്രശ്നം ശ്യാം സുന്ദർ ഭരത് ഗോയങ്കയുമായിട്ട് ചർച്ച ചെയ്തു, അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ചർച്ച ചെയ്തു. ഈ ഭരത് ഗോയങ്ക എന്ന് പറയുന്ന ആള് എന്താണ്, ഒരു മാത്തമാറ്റിക്കൽ ഗ്രാജുവേറ്റ് ആണ്, മാത്തമാറ്റിക്സിൽ ഗ്രാജുവേറ്റ് ഉള്ള ഒരാളായിരുന്നു. അന്നേരം അയാൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തതിൽ നിന്നും അയാൾക്ക് മനസ്സിലായി അത് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് അവരുടെ കമ്പനിയിൽ ഉപയോഗിക്കാം എന്നതിലുപരി ഇത് ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനൊരു സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർ ഫസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. അതാണ് യൂട്രോണിക് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് ഇവർ അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നു. ബിസിനസ്സിൽ കൊണ്ടുവന്ന സമയത്ത് അതൊരു നല്ല സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റുകളും ഈ ഒരു സോഫ്റ്റ്വെയർ വഴി നടക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കി. ദെൻ പിന്നീട് 2 വർഷങ്ങൾ കഴിഞ്ഞ് 1988 അവർ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് മാറ്റിയിട്ട് ടാലി എന്ന് പേര് റീനെയിം ചെയ്ത് പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കി. ആദ്യം അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം കമ്പനിയുടെ ബിസിനസ്സിനായിരുന്നെങ്കിൽ പിന്നീടത് അവരുടെ കമ്പനിയിലേക്ക്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുവന്നു. ദെൻ 1999 വാറ്റിൻ്റെ കാര്യങ്ങൾ, വാറ്റിന് വേണ്ട വാറ്റ് റിട്ടേൺ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ കുറച്ചും കൂടെ അവരുടെ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ആക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറിലേക്ക് വന്നു. കുറച്ചും കൂടെ ആൾക്കാരെ ആ സോഫ്റ്റ്വെയർ, ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ദെൻ മൾട്ടി കറൻസി അവർ എനേബിൾ ചെയ്തു. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഓരോരോ കാലങ്ങളിലായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഏറ്റവും വലിയൊരു ചേഞ്ച് ഇന്ത്യൻ മാർക്കറ്റിലെ ടാലിയിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നത് 2017 2017 ഇന്ത്യയിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവരുടെ സോഫ്റ്റ്വെയറിൽ, ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ അവർ ആ ടാലിക്ക് വേണ്ട റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് എന്താക്കി, ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറച്ചും കൂടെ നല്ലതാക്കാൻ തുടങ്ങി. അങ്ങനെ അവർ GST സുവിധ പ്രൊവൈഡർ എന്ന് പറയുന്ന പേര് കിട്ടി. അങ്ങനെ ദെൻ 2020 ആയ സമയത്ത് അവരെന്ത് ചെയ്തു, ടാലി അത്രയും നാളും അവർ ആദ്യം ടാലി ആയിരുന്നു, പിന്നെ ടാലി ERP എന്ന് പറയുന്ന പേരിലേക്ക് വന്നു. ദെൻ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടുള്ള ടാലി പ്രൈം എന്ന് പറയുന്ന വേർഷനിലേക്ക് 2020 അവർ വരുന്നത്. ടാലി പ്രൈം വന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ സീരീസ് ഓഫ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ടാലി പ്രൈം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ടാലി ERP അല്ല, ടാലി പ്രൈം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇന്ന് ഈ ഒരു ബിസിനസ് ടാലി എന്ന് പറയുന്ന കമ്പനി, ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ ഗോയങ്ക ഫാമിലിയുടെ ഒരു ഫാമിലി ബിസിനസ് ആയിട്ടാണ് അത് റണ്ണ് ചെയ്യുന്നത്. ഭരത് ഗോയങ്ക എന്ന് വെച്ചാൽ നമ്മുടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫൗണ്ടർ പാർട്ട്ണറായ ഭരത് ഗോയങ്കയും അദ്ദേഹത്തിൻ്റെ മകൻ തേജസ് ഗോയങ്ക എന്ന് പറയുന്ന ആളും കൂടിയാണ് ഈ കമ്പനി റണ്ണ് ചെയ്യുന്നത്. ദെൻ ഷീല ഗോയങ്ക എന്ന് പറയുന്ന ആൾ ഈ ഒരു കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ടാലി എങ്ങനെയാണ് ഉണ്ടായത്, ജസ്റ്റ് ടാലീൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു
ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഇങ്ങനെയാണ് ടാലി വരാനുണ്ടായൊരു കാര്യം. അവരുടെ ഇന്ത്യൻ മാർക്കറ്റിൽ റിസർച്ച് നടത്തി അവരുടെ ഒരു റിക്വയർമെൻറ്റിന് വേണ്ടി, സ്വന്തം കമ്പനിയുടെ നീഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ടാലി എന്ന് പറയുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇന്ന് മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് വളർന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ടാലി നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുതൽ ഉള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങാം. നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് ക്ലാസ്സസിൽ, ഈ സെഷൻസിൽ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അഡ്വാൻസ്ഡ് ലെവലിനേക്കാളും ബേസിക് ആയിട്ട് കമ്പനിയിൽ എങ്ങനെ ഓരോരോ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം, പർച്ചേസ് ബില്ല് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അക്കൗണ്ടിങ് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു ടാലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഒരു ഫസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഈ ക്ലാസ് കൂടുന്ന എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക. ടാലി ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകത്തുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ടാലി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടാലി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് www.tally.com എന്ന് പറയുന്ന ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വെബ് പേജിലേക്ക് പോകും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഡൗൺലോഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ലൈവായിട്ട് കാണിച്ചു തരാം. www.tallysolutions.com ഇത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലിങ്ക് വരും. ഇതിൽ ഫസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിലേക്കായിരിക്കും പോവുക. ഇതിനകത്ത് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ടാലി 6 ആണ് ടാലിയിലെ ലേറ്റസ്റ്റ് വേർഷൻ. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാലി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി പ്രീവിയസ് വേർഷൻസ് ഏതെങ്കിലും ആണ് വേണ്ടതെങ്കിൽ ഈ പേജ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് പ്രീവിയസ് വേർഷൻസ് എന്നത് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രീവിയസ് വേർഷൻസ് ഏതെങ്കിലും വേണമെങ്കിൽ ടാലി 501, ദെൻ അതുപോലെ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ടാലി ERP9, ദെൻ ടാലി 7.2 ഇതുപോലെയുള്ള പഴയ വേർഷൻസ് ഏതെങ്കിലും ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6 തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൗൺലോഡ്സിലേക്ക് ഇത് ഡൗൺലോഡായിട്ട് കിടക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഈ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ ചാറ്റിൽ ഷെയർ ചെയ്യാം.
ഇത് ചാറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൗൺലോഡ്സിൽ ഈ ഒരു രീതിയിൽ ഒരു സെറ്റപ്പ് ഫയൽ വന്നിട്ടുണ്ടാവും. ആ സെറ്റപ്പ് ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഞാൻ ഓൾറെഡി ഈ സിസ്റ്റത്തിൽ എൻ്റെ ലാപ്പിൽ അത് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ആൾട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. സോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ടാലി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. വൺസ് ഇതിൽ ഇൻസ്റ്റാൾ എന്ന് വന്ന് നിങ്ങൾ നെക്സ്റ്റ് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, വൺസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഹോം പേജിൽ ടാലി പ്രൈം എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് കീ വന്ന് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ടാലി ഡൗൺലോഡ് ചെയ്യേണ്ടത്. വൺസ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് വീഡിയോ പോസായി എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നല്ല മഴ നടന്നുകൊണ്ടിരിക്കും. അന്നേരം വൈഫൈയിൽ എൻ്റെ ഫോണിലെ നെറ്റിൽ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. സോ ഇപ്പോൾ വോയിസ് കേൾക്കുന്നില്ലേ? യെസ് ഉണ്ട് മാം, കേൾക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സ്ക്രീന് കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയണം കേട്ടോ, കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ടാലി ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം നോക്കി. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലിയിൽ നമ്മൾ എൻ്റർ ചെയ്തു. ടാലി ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇത് നമുക്ക് 3 രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുക. മെയിൻലി 2 രീതിയിലാണ്. നമുക്ക് ലൈസൻസ് എടുത്തിട്ട് ഉപയോഗിക്കാം, ലൈസൻസ് എടുക്കാതെ ഉപയോഗിക്കാം. ഇനി ലൈസൻസ് എടുക്കാതെ യൂസ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ വേർഷൻ.
നമ്മൾ ടാലി ഡൗൺലോഡ് ചെയ്യുന്നു. ആ ഡൗൺലോഡ് ചെയ്ത ടാലി തന്നെ നമ്മൾ യൂസ് ചെയ്യാണ്. വിത്തൗട്ട് ലൈസൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് എഡ്യൂക്കേഷണൽ വേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡാറ്റ ലോസ് ഉണ്ടായാലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലോ അവരതിനൊരു എഷ്യൂറൻസ് ടാലിക്കാർ ഒരു എഷ്യൂറൻസ് നൽകുന്നില്ല. ഓക്കെ. ദെൻ അത് മാത്രമല്ല നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡേറ്റിലും നമുക്ക് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയും ഉണ്ടാവില്ല ടാലി എഡ്യൂക്കേഷണൽ വെർഷൻസിൽ. ബട്ട് നമ്മൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ടാലി പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷണൽ വേർഷൻസ് മോർ ദാൻ ഇനഫ് ആണ്. ഈ ടാലിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ടാലി എഡ്യൂക്കേഷണൽ വേർഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റുകൾ എല്ലാ ഡേറ്റും എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റ് ഡേ എൻ്റർ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്പെസിഫിക് ഡേറ്റുകളെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ. സോ അതാണ് എഡ്യൂക്കേഷണൽ വേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ടാലി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാലിയിൽ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഏത് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ അടുത്തതാണ് സിൽവർ ലൈസൻസ് എന്ന് പറയുന്നത്. സിൽവർ ലൈസൻസ് പെയ്ഡഡ് ആണ്. നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് സിംഗിൾ യൂസറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനെ സിൽവർ ലൈസൻസ് എന്ന് പറയും. നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു. ഈ ഒരു ഏതൊരു സിസ്റ്റത്തിലാണോ യൂസ് ചെയ്യുന്നത്, സിസ്റ്റം എന്നുള്ളതിലുപരി നമ്മൾ ഒരു മെയിൽ ID കൊടുത്തിട്ടായിരിക്കും ഈ ഒരു ലൈസൻസ് പർച്ചേസ് ചെയ്യുന്നത്. ലൈസൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ആക്ടിവേഷൻ കീ അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന മെയിൽ ID-യിലേക്കായിരിക്കും ഈ ആക്ടിവേഷൻ കീ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ആക്ടിവേഷൻ കീ ഉപയോഗിച്ച് ഒരു സമയത്ത് ഒരു സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ടാലി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് സിൽവർ ലൈസൻസ് അല്ലെങ്കിൽ സിംഗിൾ യൂസർ എന്ന് പറയുന്നത്. വേറൊരു തരത്തിലുള്ള ലൈസൻസ് കൂടെ നമുക്ക് ടാലിയിൽ എടുക്കാൻ പറ്റും. അതാണ് ഗോൾഡ് ലൈസൻസ് എന്ന് പറയുന്നത്. ഗോൾഡ് ലൈസൻസിൽ ഒന്നിൽ കൂടുതൽ യൂസേഴ്സിനെ നമുക്ക് ടാലിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ടാലിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിലായിരിക്കും ഈ ലൈസൻസ്ഡ് ടാലി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു ലൈസൻസ് ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു 100+ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനാണ് ഗോൾഡ് ലൈസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സിസ്റ്റത്തിലേക്കും അവൈലബിൾ ആയിരിക്കില്ല. അവര് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പറയും ഇത്ര യൂസേഴ്സിനാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക, അത്രയും യൂസേഴ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സെയിം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ. ദെൻ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് ആണ് ഏതിനൊക്കെ വരുന്നത്. ഈ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ആ പ്രൈസിങ് കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ടാലിൻ്റെ പ്രൈസിങ് വരുന്നത്. വോയിസ് കേൾക്കുന്നില്ല ഇപ്പോൾ?
മാം ഇപ്പൊ ഓക്കെയാണ്. കുറച്ച് മുന്നേ കുറച്ചൊരു പ്രശ്നം തോന്നിയിരുന്നേ. ആ ഓക്കെ. ഈ ഒരു രീതിയിലാണ് ടാലിന്റെ പ്രൈസിങ് വരുന്നത്. സിൽവർ യൂസർ ആണെങ്കിൽ ഒരു മാസത്തേക്ക് ലൈസൻസ് എടുക്കുന്നതിന് 750 പ്ലസ് GST ആണ് അവർ മേടിക്കുന്നത്. 3 മാസത്തേക്കാണെങ്കിൽ 2250 പ്ലസ് GST. ഒരു കൊല്ലത്തേക്ക് 12 മാസത്തേക്കാണെങ്കിൽ 9000 പ്ലസ് GST കൊടുക്കണം. ഇനി സിൽവറിൽ തന്നെ പെർപ്പച്വൽ ലൈസൻസ് ഉണ്ട്. പെർപ്പച്വൽ ലൈസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ടൈം നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് പീരിയഡിലേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് പെർപ്പച്വൽ ലൈസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് 22,500 പ്ലസ് GST ആണ് കൊടുക്കേണ്ടത്. ദെൻ ഇത് സിംഗിൾ യൂസറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. ദെൻ ഗോൾഡ് ലൈസൻസ് ഉണ്ട്. ഗോൾഡ് ലൈസൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ PCയിൽ LAN വഴിയാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇതിന് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് 2250 പ്ലസ് GST കൊടുക്കണം. 3 മാസത്തേക്കാണെങ്കിൽ 6750 പ്ലസ് GST. ഒരു കൊല്ലത്തേക്കാണെങ്കിൽ 27,000 പ്ലസ് GST ആണ് കൊടുക്കേണ്ടത്. ദെൻ ഗോൾഡ് ലൈസൻസ് പെർപ്പച്വൽ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഈ പെർപ്പച്വൽ ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 67,500 പ്ലസ് GST നമ്മൾ കൊടുക്കണം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ടാലിന്റെ പ്രൈസിങ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് ടാലി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടാലി ഓപ്പൺ ചെയ്യുന്നതിന് ഈ ടാലിന്റെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഉള്ള സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും വിൻഡോ ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത്. വൺ ടൈം ടാലി പെർപ്പച്വൽ ആണ് മേടിക്കുന്നതെങ്കിൽ അത് ലേറ്റസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ TCS പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്ലി പേയ്മെന്റ് അവർ മേടിക്കുന്നുണ്ട്. ആ ഒരു പേയ്മെന്റ് അതൊരു ചാർജസ് ആണ്. ആ ഒരു ചാർജ് അതൊരു നോമിനൽ എമൗണ്ട് ആയിരിക്കും. ഒരു 500 താഴെ അല്ലെങ്കിൽ 1000 താഴെയുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് മന്ത്ലി പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വെർഷൻസിലേക്ക് വേണമെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതിനു വേണ്ടിയിട്ട് അഡീഷണൽ വലിയ എമൗണ്ടുകളൊന്നും കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, ദെൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. ദെൻ ഇതിൽ എഡ്യൂക്കേഷണൽ മോഡ്, യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക്, റിയാക്റ്റീവ് എക്സിസ്റ്റിംഗ് ലൈസൻസ്, ആക്റ്റീവ് ന്യൂ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാണിക്കും. കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് നമ്മൾ പേയ്മെന്റ് കൊടുക്കാതെ കണ്ടിന്യൂ ചെയ്യുന്നതിന് കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡിൽ പോവാം. യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക്, നമ്മൾ ഗോൾഡ് ലൈസൻസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ ലൈസൻസ് വേറൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അന്നേരം ആ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത സിസ്റ്റമാണ് നമ്മുടെതെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് ആ ഒരു കണക്ഷനിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാം. അടുത്തത് റിയാക്റ്റീവ് എക്സിസ്റ്റിംഗ് ലൈസൻസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേദന എടുക്കുന്നേ. റിയാക്റ്റീവ് എക്സിസ്റ്റിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് വൺസ് നമ്മൾ ലൈസൻസ് എടുത്തു, ആ ഒരു ലൈസൻസിനെ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ലോഗ് ഔട്ട് ആയി പോയാൽ ഒന്നും കൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് റിയാക്റ്റീവ് എക്സിസ്റ്റിംഗ് ലൈസൻസ്. അടുത്തതാണ് ആക്റ്റീവ് ന്യൂ ലൈസൻസ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈം നമുക്ക് ലൈസൻസ് കിട്ടുന്ന സമയത്ത് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്റ്റീവ്
ന്യൂ ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ദെൻ നമ്മൾ എഡ്യൂക്കേഷണൽ മോഡ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് കൊടുക്കുന്നു. ദെൻ ഈ ഒരു സ്ഥലത്തായിട്ട് ഇവിടെ എഡ്യു എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ലൈസൻസ് ഏതാണ് എന്നുള്ളത് കാണിക്കുക. ഇവിടെ എഡ്യൂക്കേഷണൽ മോഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ ഇനി ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ അവിടെ സിൽവർ ആണെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, ഈ ഒരു ഭാഗത്തായിട്ട് എഴുതി കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ടാലിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ലീഗലി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനല്ല ഉദ്ദേശിക്കുന്നത്. ലീഗലി ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടാലിയിൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വിച്ച് മീൻസ് ഇൻവോയ്സ്, പർച്ചേസ് ബില്ല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ടാലിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ടാലി ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലുള്ള സ്ക്രീൻഷോട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാലി ഓപ്പൺ ആക്കാൻ പറ്റും. വൺസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അവിടെ വേണ്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഏതാണ് നമ്മുടെ കമ്പനീൻ്റെ പേര് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ മെയിലിംഗ് അഡ്രസ്സ്, ദെൻ അടുത്തത് ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ വേൾഡിലുള്ള ഒരു ഏകദേശം എല്ലാ സ്റ്റേറ്റുകളും അവരവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റിൻ്റെ ഒരു ഫസ്റ്റ് 3 or 4 ലെറ്റേഴ്സ് ആയിരിക്കും തന്നെ ആ ഒരു സ്റ്റേറ്റും അതിൻ്റെ കൺട്രിയും ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആയിട്ട് വരും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദെൻ പിൻകോഡ്, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഫിനാൻഷ്യൽ ഇയർ ഏതാണോ നമ്മുടെ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഇയർ, ആ ഫിനാൻഷ്യൽ ഇയറും എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫിനാൻഷ്യൽ ഇയർ എൻ്റർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൺസ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ക്രിയേറ്റ് ചെയ്താൽ, ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ബാക്ക്വേർഡ് ഉള്ള ഇപ്പോൾ 2000 സ്ക്രീന് കാണുന്നില്ല. കാണുന്നുണ്ട് മാം. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്വേർഡ് ഉള്ള ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ, ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ ഫസ്റ്റ് ഏപ്രിലായിരിക്കും എല്ലാ കൊല്ലവും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ വേറെ വേറെ കൺട്രീസിൽ, നമ്മൾ UAE-യിലൊക്കെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് പീരിയഡ് ഇല്ല. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ഏത് പീരിയഡ് ആണോ സെലക്ട് ചെയ്യുന്നത്, നമ്മുടെ ക്ലയൻറ്റിന് തീരുമാനിക്കാം ഏത് വർഷമാണ് നമ്മൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഏത് രീതിയിലാണ്, ഏത് മാസമാണ് തുടങ്ങുന്നത്, ഏത് മാസമാണ് കഴിയുന്നത് എന്നുള്ളത് ക്ലയൻറ്റിന് തന്നെ തീരുമാനിക്കാം.
സോ അതിന് ആകെയുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത് 12 മന്ത് ആയിരിക്കണം, 12 മാസം ഉണ്ടായിരിക്കണം എന്നുള്ള ഒറ്റൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ത്യൻ കമ്പനിയുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണ് കമ്പനി തുടങ്ങുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബിലി ഏപ്രിൽ ടു മാർച്ച് തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. യൂറോപ്യൻസ് ആണ് തുടങ്ങുന്നതെങ്കിൽ അവർ ജാൻ ടു ഡിസംബർ ആ ഒരു ഇതായിരിക്കും ഫോളോ ചെയ്യുക. അങ്ങനെ പല ആൾക്കാരും പല മാസങ്ങളിലായിട്ടായിരിക്കും ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത്. അന്നേരം നമ്മുടെ കമ്പനിയുടെ ഏതാണെന്ന് മനസ്സിലാക്കുക, അത് മാത്രം കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഏതാണോ കൺട്രി ചൂസ് ചെയ്തിരിക്കുന്നത് ആ കൺട്രിയുടെ കറൻസി ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? കറൻസി വന്നു. ഇത് കഴിഞ്ഞാൽ ഇത് നമ്മൾ എൻ്റർ അടിച്ച് കൊടുക്കുന്ന സമയത്ത് അടുത്തൊരു പേജിലേക്ക് പോവും. ഈ ഒരു രീതിയിലായിരിക്കും ആ ഒരു പേജ് കാണുക. സ്ക്രീന് പോസ് ആയിട്ടുണ്ടോ? ഓക്കെ ആണ് മാം, കുഴപ്പമൊന്നുമില്ല. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അവർ ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മൾ കമ്പനി അക്കൗണ്ട്സ് ഇതിനകത്തല്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെ. ദെൻ അടുത്തത് ചോദിക്കുന്നത് ബിൽ വൈസ് എൻട്രീസ്, ബില്ലിൻ്റെ നമ്പർ കൊടുത്ത് ഓരോ ബില്ലും സെപ്പറേറ്റ് എൻട്രീസ് ആയിട്ടല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്? അത് നമ്മൾ എസ് എന്ന് കൊടുക്കുന്നു. ദെൻ അടുത്തത് കോസ്റ്റ് സെൻറ്റർ എസ് ഓർ നോ ചോദിക്കുന്നുണ്ട്. കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനി, ആ ഒരു കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ ദെയ്റയിലാണ് നമ്മുടെ കമ്പനീൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്ത ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രാഞ്ച് ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്റ്റോറ് കരാമയിലുണ്ട്. അതേപോലെ തന്നെ ഷാർജയിലും വേറൊരു ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെ ഈ ഒരു 3 ബ്രാഞ്ചുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. പക്ഷെ നമ്മൾ ഒറ്റ ബുക്സ് ഓഫ് അക്കൗണ്ട്സേ കീപ്പ് ചെയ്യുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ബോദർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഒറ്റ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒന്നിൽ കൂടുതൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റബിലിറ്റി അറിയണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ഒരു സമയത്താണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എനേബിൾ ചെയ്തിടുക. അന്നേരം ഓരോ എൻട്രിയും പാസ് ചെയ്യുന്ന സമയത്ത്, ഒരു ഇൻകം ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും ഇത് റിലേറ്റഡ് ടു വിച്ച് ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് ചോദിക്കും. അന്നേരം നമുക്കത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത ഇത് വരുന്ന സമയത്ത് എക്സ്പെൻസ് ബുക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു രീതിയിൽ തന്നെ അവർ ചോദിക്കുന്നുണ്ടാവും. ഇത് റിലേറ്റഡ് ടു വിച്ച് ബ്രാഞ്ച് എന്ന രീതിയിൽ ചോദിക്കും. നമുക്കതും എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ദെൻ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് സെൻറ്റർ, ഏത് കോസ്റ്റ് സെൻറ്റർ ആണ് എന്ന് ചോദിക്കും. ആ കോസ്റ്റ് സെൻറ്റർ ബേസിൽ നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റബിലിറ്റി അറിയാൻ സാധിക്കും. ഇത് ബ്രാഞ്ചിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യാം. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ആ ഒരു കമ്പനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എന്ന് വിചാരിക്കുക. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും. ആ ഒരു പ്രൊജക്റ്റ് ഇപ്പം നമ്മളൊരു റിസോർട്ട് പണിത് കൊടുക്കുകയാണ്. അന്നേരം ആ റിസോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻകം, അതേപോലെ തന്നെ ആ റിസോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയ ലേബർ ചാർജസ്, ആ റിസോർട്ടിന് വേണ്ടിയിട്ട് ഏതൊക്കെ എക്സ്പെൻസുകൾ കൊടുത്തിട്ടുണ്ട്, ലേബർ ചാർജസ് മാത്രമായിരിക്കും, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത്, അങ്ങനെ ഓരോരോ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്പെൻസുകളൊക്കെ നമ്മളൊരു കോസ്റ്റ് സെൻറ്ററിൻ്റെ ബേസിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൽ നിന്നും ഓരോ പ്രൊജക്റ്റ് വൈസ്, നമ്മളിപ്പോൾ ഒരു റിസോർട്ട് ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ ഒരു ഫാം ഉണ്ടാക്കുന്നു, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ആ ഓരോ പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് എത്ര ഇൻകം വന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന കാര്യം എനേബിൾ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, നമ്മൾ ഇപ്പം അത് എനേബിൾ ചെയ്യാതെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ബട്ട് ഫ്യൂച്ചർ ക്ലാസ്സസിൽ നാളെയോ നാളത്തെ കഴിഞ്ഞോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്കത് എനേബിൾ ചെയ്തിട്ട് അതെങ്ങനെയാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബട്ട് ഫസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം എനേബിൾ ചെയ്ത് നമുക്കൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ
ടാഞ്ചിബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെയും ഫിനിഷ്ഡ് ഗുഡ്സിനെയും ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻവെൻട്രി എന്ന് പറയുന്നത്. അത് ടാഞ്ചിബിൾ ആയിരിക്കണം, അത് മാത്രമല്ല കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ മാത്രമാണ് നമ്മൾ ഇൻവെൻട്രീൻ്റെ ലിസ്റ്റിൽ പെടുത്തുന്നത്. ഓക്കെ, അങ്ങനെ ഇൻവെൻട്രീൻ്റെ ലിസ്റ്റിൽ പെടുത്തിയ ഒരു സാധനത്തെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫർണിച്ചർ സെയിൽ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ നമ്മുടെ ഫാന് അല്ലെങ്കിൽ എന്താ ടേബിൾ, ചെയർ, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനത്തെ ഇൻവെൻട്രി ആയിട്ട് കണക്കാക്കാം. അതേപോലെ തന്നെ നമ്മളൊരു കാർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ വരുന്ന റോ മെറ്റീരിയൽസ് ആണ് എന്തെന്ന് പറയുന്നത്, ടയർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെയർ പാർട്സുകൾ, വീലിൻ്റെ അലൈൻമെൻറ്റ്, അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ എന്താണ്, അവിടെ വരുന്ന റോ മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ഇൻവെൻട്രി ആയിട്ട് കണക്കാക്കാം. ഇയർ എൻഡിൽ എല്ലാ സാധനങ്ങളും അലൈൻ ചെയ്ത് ഒരു കാറ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. ചില സമയത്ത് ഇതിലെ പകുതി പാർട്സ് യൂസ് ചെയ്ത് ഒരു പകുതി സ്റ്റേജിൽ നിൽക്കുന്ന എന്തും ഉണ്ടാവാം, കാറുകൾ ഉണ്ടാവാം. ആ സമയത്ത് ആ കാറിനെ നമ്മൾ വിളിക്കുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്, WIP എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ആ ഒരു സാധനവും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടെങ്കിൽ ആ ഇതിനെ നമ്മൾ ഇൻവെൻട്രീൻ്റെ അണ്ടറിൽ തന്നെയാണ് കീപ്പ് ചെയ്യുക. വർക്കിംഗ് പ്രോഗ്രസ്, റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ 3 സാധനങ്ങളെ അതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനും എത്ര കൗണ്ട് ഉണ്ട് എന്ന് ട്രാക്ക് ചെയ്യാനുമാണ് നമ്മൾ ഇൻവെൻട്രീൻ്റെ ഫീച്ചർ എനേബിൾ ചെയ്തിടുക. ഇൻവെൻട്രീൻ്റെ ഫീച്ചർ എനേബിൾ ചെയ്തിട്ടാൽ കൗണ്ടിൻ്റെ ഒപ്പം എന്തും കിട്ടും, വാല്യൂ കിട്ടും. വാല്യൂ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ലിഫോ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഏത് മെത്തേഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മെത്തേഡിൽ നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇൻവെൻട്രി എന്ന് പറയുന്ന ഫീച്ചർ എനേബിൾ ചെയ്തിട്ട് സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാക്സേഷൻ ആണ്. ടാക്സേഷൻ ഇവിടെ വാറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് വാറ്റ് വരാൻ കാരണം ഞാൻ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തത് UAE എന്ന് പറയുന്ന കൺട്രീൻ്റെ അണ്ടറിൽ ദുബായിലാണ് ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ വാറ്റ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റോ കൊടുത്തിട്ടാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ GST എന്നുള്ളതായിരിക്കും വന്നിട്ടുണ്ടാവുക. ഏതാണോ നമ്മുടെ കമ്പനിയുടെ ഇൻഡയറക്റ്റ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടാക്സ്, ആ ഒരു ടാക്സിക്കും ഇവിടെ ടാക്സേഷൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ടാവുക. അത് എനേബിൾ ചെയ്യുക ഇൻ ദ സെൻസ് നമ്മളെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് ഉണ്ടായിരിക്കണം എന്നില്ല. ചില കമ്പനികളിൽ എനേബിൾ ചെയ്യുന്ന നമ്മൾ ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ടാലി വരുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ വാറ്റ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ തുടങ്ങുന്നത്. അങ്ങനെ വാറ്റ് എനേബിൾ ചെയ്തതിന് ശേഷമാണ്, വാറ്റ് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടാലിയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഏതാണ് നമ്മുടെ TRN നമ്പർ, ഇന്ത്യയിലാണെങ്കിൽ GST നമ്പർ എത്രയാണ് എന്നുള്ളത് അവർ ചോദിക്കും. ആ ഡീറ്റെയിൽസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഓൺലൈൻ ആക്സസ് ആണ്. ഓൺലൈൻ ആക്സസ് ഇൻ ദി സെൻസ് റിമോട്ട് ആക്സസ് ടാലി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ടാലി നെറ്റ് ID ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നെറ്റ് ID വെച്ചിട്ട് നമുക്ക് റിമോട്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി ആക്സസ് ചെയ്യാനുള്ളൊരു അത് നമ്മൾ ക്വിക്ക് ബുക്ക്, സോഹോ ഒക്കെ പറയുന്നത് പോലെ ഒരു ഡയറക്റ്റ് ആയിട്ട് വെബ് അഡ്രസ്സിൽ കയറി ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് അതും നമുക്ക് നെക്സ്റ്റിൽ നോക്കാം. ദെൻ അടുത്തൊരു ഫീച്ചർ അവർ ചോദിക്കുന്ന മൾട്ടി അഡ്രസ്സ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ എനേബിൾ ചെയ്ത് ഓപ്പൺ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ മോഡിഫൈഡ് വൗച്ചേഴ്സ്, നമ്മൾ എന്തെങ്കിലും വൗച്ചേഴ്സ് മോഡിഫൈ എഡിറ്റഡ് ആണ് എന്നിട്ടൊരു
ഒരു മാർക്കിംഗ് ഇവിടെ വരണോ വേണ്ടോ എന്നുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ നമുക്ക് ഇനി ടാലി ഓപ്പൺ ചെയ്ത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഓൾറെഡി ടാലി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ക്രിയേറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കമ്പനി ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനാണ് വരിക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു പാത്തിലാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ടാലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊരു പാത്ത് ഉണ്ടല്ലോ, ആ ഇൻസ്റ്റാൾ ചെയ്ത പാത്താണ് ഇവിടെ വരുന്നത്. ഈ ഒരു പാത്തിലാണ് നമ്മൾ ടാലി കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ബാക്ക് പോവാം. ഇങ്ങനെ കമ്പനി ഓപ്പൺ ആക്കുന്നത്, നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ലിസ്റ്റ് ആയിട്ട് വരും നമ്മൾ ഈ ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി അതല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പനീസ് ഉണ്ട്, നമ്മൾ പഠിക്കുന്നൊക്കെ ഒരു സമയമാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്പെസിഫൈ പാത്തിൽ പോവാം. സ്പെസിഫൈ പാത്തിൽ പോയിട്ട് നമ്മൾ ഇവിടെ ഒരു പാത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാത്തിലാണ് എനിക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഒരു പാത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടാലി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ടാലി ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അഡ്രസ്സ് എഴുതി വരുന്ന അഡ്രസ് ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അന്നേരം ഈ ഒരു അഡ്രസ് ബാർ ബ്ലൂ കളറിൽ സെലക്ട് ആയിട്ടുണ്ടാവും. ദെൻ നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+C എന്നത് നമ്മുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. Ctrl+C ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ടാലിയിലെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഇവിടെ വന്നിട്ട് Ctrl+V എൻ്റർ ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വരും. ദെൻ നമ്മൾ എൻ്റർ അടിക്കാം. ദെൻ ഈ ഒരു രീതിയിൽ ആ ഒരു നമ്മൾ കൊടുത്ത പാത്ത് വന്നിട്ടുണ്ടാവും. ദെൻ എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, അന്നേരം ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ നമ്മൾ എവിടെയാണോ കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പാത്ത് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. അല്ല, മെൻഷൻ ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ കമ്പനി ഓൾറെഡി നമ്മുടെ സി ഡ്രൈവിലായിരിക്കും. സി ഡ്രൈവിൽ എവിടെയാണോ നമ്മൾ ഈ ടാലി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ഈ ഒരു പാത്തിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ദെൻ കമ്പനീൻ്റെ നെയിം അഞ്ജിത LLC എന്ന് കൊടുക്കുന്നു. ദെൻ മെയിലിംഗ് അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ കമ്പനി ദേറ ദുബായ് എന്ന് കൊടുക്കുന്നു. ദെൻ നിങ്ങൾക്ക് ഏതെങ്കിലും അഡ്രസ്സ് സ്പെസിഫിക്കലി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ അടുത്തത് ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ വേണ്ടത്. UAE നമ്മൾ സ്റ്റേറ്റിന് പകരം എമിറേറ്റ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ദുബായ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദുബായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ ദുബായ് UAE എന്ന് വന്നിട്ടുണ്ട്. നമ്മളത് എൻ്റർ അടിക്കുന്നു. ഇവിടെ സ്റ്റേറ്റ് എന്നുള്ളത് അവർ തന്നെ ഓട്ടോമാറ്റിക് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, നമ്മൾ ദുബായ് UAE എൻ്റർ ചെയ്ത് കൊടുത്തു. PO ബോക്സ് നമ്പർ അറിയാമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ. നമ്മൾ ഈ ഒരു ഷീറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നിലേക്ക് പോകും. ദെൻ അതുപോലെ തന്നെ ബാക്ക് സ്പേസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്കുള്ള ഏതെങ്കിലും റോയിൽ പോവണമെങ്കിൽ ബാക്ക് സ്പേസും, എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ മുന്നിലേക്കും പോകുന്നതായിരിക്കും. ഓക്കെ, ദെൻ PO ബോക്സ്, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. ജസ്റ്റ് എൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുന്നു. നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ ഫാക്സ്, ഇമെയിൽ അഡ്രസ്സ്, വെബ്സൈറ്റ്, ഇത് ഏതെങ്കിലുമൊക്കെ അറിയാവുന്നത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ ഫിനാൻഷ്യൽ ഇയർ 1 ജാനുവരി 2024 ആണ് ഞാൻ കൊടുത്തത്. ബുക്ക് കീപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണോ എന്ന് മുതലാണ് നോക്കുന്നുണ്ട്. അതും 1 ജാനുവരി 2024 മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബുക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സാധനം സെക്യൂരിറ്റി എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ടാവില്ല. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു സിസ്റ്റത്തിൽ കമ്പനി ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനിക്ക് എനേബിൾ ആയിട്ട് വന്നത്. ഇത് എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിൽ ഫംഗ്ഷൻ F12 എന്ന് അടിക്കാം. F12 എന്ന് പറയുന്നത് കീബോർഡിലെ ഏറ്റവും മുകളിലത്തെ റോയിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ടാവും. ആ പ്രിന്റ് സ്ക്രീന് ഡിലീറ്റ് ബട്ടണൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് F12 എന്ന് പറയുന്ന ഒരു കീ കാണും. ആ ഒരു കീയും ഫംഗ്ഷൻ കീയും കൂടി ഒരുമിച്ച് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോൺഫിഗർ എന്ന് പറയുന്ന ഒരു ഭാഗം വരും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു മൂന്നാമത്തത് യൂസ് ടാലി വാലറ്റ് പാസ്വേഡ് ടു എൻക്രിപ്റ്റ് കമ്പനി ഡാറ്റ. ഈ ഒരു സാധനം യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ യൂസർ ആക്സസ് കൺട്രോൾ, ഈ ഒരു രണ്ടാമത്തതാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു അഡ്മിൻ ID അതേപോലെ തന്നെ ഒരു പാസ്വേഡും. ഓരോ യൂസേഴ്സിനും ഡിഫറെൻറ്റ് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് യൂസർ നെയിം വേണ്ട എന്നുള്ള രീതിയിൽ കൊടുക്കാം. ജസ്റ്റ് ടാലി വാലറ്റ് പാസ്വേഡ് മാത്രം എനേബിൾ ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടാലി വാലറ്റ് പാസ്വേഡ് യെസ് കൊടുത്തിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നോ കൊടുത്തിട്ട് യൂസർ ആക്സസ് കൺട്രോൾ യെസ് കൊടുത്തിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് നോക്കുക. 2 കമ്പനി ക്രിയേറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പം യൂസർ ആക്സസ് കൺട്രോൾ എന്നുള്ളത് നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് എൻ്റർ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് വരും. ഇവിടെ സെറ്റ് ടാലി വാലറ്റ് പാസ്വേഡ് എന്നുള്ളതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എസ് കൊടുക്കുന്നു. ഇവിടെ അവർ വാലറ്റ് പാസ്വേഡ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ അടിക്കുന്നു. ആ പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, എൻ്റർ കൊടുത്തു. ദെൻ അവർ ചോദിക്കുന്നത് കറൻസി ഏതാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഈ കറൻസി മാറി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ദുബായിലായി UAE-യിലായതുകൊണ്ട് ദർഹം വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് അക്സെപ്റ്റ്, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അക്സെപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പോപ്പപ്പ് വരും. നമ്മൾ എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, നമ്മളിവിടെ ടാലി വാലറ്റ് പാസ്വേഡ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ പാസ്വേഡ് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അടുത്തൊരു ഫീച്ചർ ചോദിക്കുന്നത്. ഇതിനകത്ത് ടാലി ബുക്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് എസ് കൊടുക്കുന്നു.
ദെൻ ബിൽ വൈസ് എന്നുള്ളതും എൻ്റർ എടുക്കുന്നു. കോസ്റ്റ് സെൻറ്റർ എന്താണ്, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെ നമ്മൾ നോ കൊടുക്കുന്നു. ഇൻവെൻട്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ടാക്സേഷൻ, ഇപ്പോൾ വാറ്റും എനേബിൾ ചെയ്യുന്നില്ല. ദെൻ ക്ലോസിംഗ് റിപ്പോർട്ട് നോ കൊടുക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോ കൊടുത്തിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ. ഇപ്പൊ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ക്രിയേറ്റ് ആയിട്ടുള്ള കമ്പനി ഈ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളൊന്ന് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു 2 മിനിറ്റ്സ്, ഒരു 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ഇനി നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് വൺസ് നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയറിലാണെങ്കിലും, ഇനി ടാലിയിലാണെങ്കിലും ക്യുക്ക് ബുക്കിലാണെങ്കിലും സോഹോയിലാണെങ്കിലും സെറോ ആണെങ്കിലും പീസ്ട്രി ആണെങ്കിലും ഏത് സാഗ് അങ്ങനെ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും വൺസ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനീൻ്റെ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് ആണ് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുക. ഓക്കെ. ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ദ സെൻസ് നമ്മളൊരു
അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസ്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ഐറ്റംസ് ഉണ്ടാവും. ഈ ഓരോ കാറ്റഗറിയിലുമുള്ള ഐറ്റംസ് അതേ കാറ്റഗറീൻ്റെ അണ്ടറിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളുടെ പേര് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ യൂസ് ചെയ്യുന്ന അതേ പേരുകൾ തന്നെയാണ്, അതേ അക്കൗണ്ടിൻ്റെ കീഴിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് എൻഷുർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്. സാലറി കൊടുക്കുന്നത് ഒരു കമ്പനീനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി അല്ലെങ്കിൽ എല്ലാ മാസവും മന്ത് എൻഡിൽ 30th അല്ലെങ്കിൽ 28th സാലറി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സാലറി കൊടുക്കുന്ന സമയത്ത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എൻട്രി ഇട്ടിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ആ ഒരു സമയത്ത് സാലറി എന്നുള്ളത് നമ്മുടെ എക്സ്പെൻസ് ആണ്. എന്നാൽ നമ്മൾ ആ സാലറി എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് നമ്മൾ സാലറി ക്രിയേറ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് നമ്മൾ സാലറി ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ ഏതെങ്കിലും ഒരു മാസം ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ആ ഒരു എക്സ്പെൻസും നമ്മുടെ കമ്പനീനെ സംബന്ധിച്ച് സാലറി എക്സ്പെൻസ് ആണ് എന്ന് കരുതി അത് സാലറീൻ്റെ അണ്ടറിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇൻ കേസ് ആ ഒരു എംപ്ലോയി നെക്സ്റ്റ് മന്തിൽ വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി, അല്ലെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്തു, ആ ഒരു സമയത്ത് ആ കൊടുത്ത ക്യാഷ് എന്ന് പറയുന്നത് എന്തല്ല, നമ്മളെ കമ്പനീനെ സംബന്ധിച്ച് എക്സ്പെൻസ് അല്ലാതായി മാറുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കമ്പനീനെ സംബന്ധിച്ച് ഇങ്ങനൊരു ലയബിലിറ്റി വന്നിട്ടില്ല. ആ ഒരു എംപ്ലോയി വർക്ക് ചെയ്ത് സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ആയിട്ടില്ല, ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആയിട്ടില്ല. അങ്ങനെ ലയബിലിറ്റി ക്രിയേറ്റ് ആവാതെ നമുക്ക് സാലറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ കൊണ്ടിടാൻ പറ്റില്ല. അതിന് പകരം നമ്മളൊരു വേറൊരു പേര് ക്രിയേറ്റ് ചെയ്ത് സാലറി അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു പേര് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സാലറി അഡ്വാൻസ് ടു ബാങ്ക് എന്ന് പറയുന്ന രീതിയിൽ എൻട്രി ബുക്ക് ചെയ്തു. ഇത് ബുക്ക് ചെയ്യുന്ന സമയത്തും ഈ സാലറി അഡ്വാൻസ് നമ്മളെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. അത് നമ്മൾ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യണം. അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് ആണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അസറ്റിനും എക്സ്പെൻസിനും സെയിം ബാലൻസ് ആണ്. അതുകൊണ്ട് ഈ ഒരു കറണ്ട് അസറ്റ് എടുത്ത് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ കൊണ്ടിട്ടാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ഇൻകറക്റ്റ് ആയിരിക്കും അല്ലേ? നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിപ്പോർട്ട് കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, കറണ്ട് അസറ്റിൻ്റെ വാല്യൂ തെറ്റായിരിക്കും. അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ, ഇതൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം, ഇങ്ങനെ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ എന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കാൽക്കുലേറ്റ് ചെയ്തതൊക്കെ തെറ്റായിരിക്കും. അത് എന്തുകൊണ്ടാണ് തെറ്റാൻ കാരണം? നമ്മൾ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സാധനം തെറ്റുന്നത്. സോ നമ്മൾ വൺസ് കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ടാലിയിൽ എങ്ങനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുന്നു. ടാലി ഓപ്പൺ ചെയ്ത് ആ ടാലിയിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന ഒരു പേജിലേക്കായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുക. ആ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ഹെഡിങ് ആണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മാസ്റ്റേഴ്സിൽ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ കാറ്റഗറീസ് കാണാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ്, ലെഡ്ജേഴ്സ്, വൗച്ചേഴ്സ്, ദെൻ കറൻസീസ്, ദെൻ പേറോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഇതിൽ കാണാം. അതിൽ നമ്മൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലെഡ്ജേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. ലെഡ്ജേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? ആ ഒരു കമ്പനിയിൽ ടാലി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും കാണാൻ സാധിക്കും. അത് ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ലെഡ്ജേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് ഏതെങ്കിലും അക്കൗണ്ടുകൾ നമ്മൾ പേര് യൂസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ
കൊടുത്തിരിക്കുന്ന ലെഡ്ജറിൽ എന്തെങ്കിലും മാറ്റമുണ്ട്, ഓർഡറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. അങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ആ ഒരു ഉള്ള ലെഡ്ജറുകളെ കറക്റ്റ് ചെയ്തതിന് ശേഷം പുതിയ ലെഡ്ജറുകൾ വേണമെങ്കിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ക്രിയേറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നത് ആ ഒരു കാര്യം കൂടെ നമുക്ക് ടാലി ഇപ്പോൾ ഓപ്പൺ ആണ്. ഇനി ഓപ്പൺ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഫസ്റ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ടാലി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാലി എന്ന് പറയുന്ന ഈ ഒരു ആപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ എഡ്യൂക്കേഷണൽ വെർഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് കമ്പനിക്ക് പകരം സെലക്ട് സ്പെസിഫൈ പാത്ത് എന്ന് പറയുന്ന ആ ഒരു ഇതാണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ ടാലി ക്രിയേറ്റ് ചെയ്തത്, ഞാൻ ഡെസ്ക്ടോപ്പിൽ ടാലി എന്നൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ടാലി ന്യൂ എന്ന് പറയുന്ന എവിടെയാണ് ആ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തത്. ആ ക്രിയേറ്റ് ചെയ്ത എടുത്ത് ഇങ്ങനെ ഒരു നമ്പറിൽ ഒരു ഫോൾഡർ വന്ന് കിടക്കുന്നുണ്ടാവും. ഈ ഒരു ഇതിനെയാണ് ടാലിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിൻ്റെ അഡ്രസ് ബാറിൽ കൺട്രോൾ-C എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു. ദെൻ നമ്മൾ ടാലിയിൽ ഓപ്പൺ ആക്കി വെച്ച സ്പെസിഫൈ കമ്പനി ഓർ ഫോൾഡർ പാത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ-V അടിക്കുന്നു. കോപ്പി ചെയ്യാൻ കൺട്രോൾ-C, പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ-V അടിക്കുന്നു. ദെൻ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ആ ഒരു സ്ഥലത്തുള്ള എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ ഒരു ജസ്റ്റ് ഇവിടെ ആ കമ്പനിയുടെ നേരെയാണ് യെല്ലോ കളർ എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് പാസ്വേഡ് ചോദിക്കുന്നത്. പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പാസ്വേഡ് ചോദിക്കില്ല. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇങ്ങനെ കമ്പനി ഓപ്പൺ ചെയ്തു. ദെൻ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് സെറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന ഒരു പേജിലേക്കായിരിക്കും ഫസ്റ്റ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഏതാണ്, കറണ്ട് ഡേറ്റ് എന്നാണ്, ദെൻ ഏതാണ് കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഇത്രയും ഡീറ്റെയിൽസ് ഈ ഒരു സ്ഥലത്ത് നിന്ന് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ ഇനി നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ പോകണമെങ്കിൽ ഇവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ H എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ നെക്സ്റ്റ് ഇതിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. ദെൻ ഇവിടെ ഗ്രൂപ്പ്സ്, ലെഡ്ജർ, വൗച്ചർ ടൈപ്പ്, കറൻസി, ബഡ്ജറ്റ്, സീനറിയോസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാണാം. ഇതിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ലെഡ്ജർ എന്നാണ്. ലെഡ്ജേഴ്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമ്മുടെ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ്, നമ്മൾ ടാലിയിൽ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും അക്കൗണ്ടുകൾ നമുക്ക് വേണ്ടതുപോലെ അല്ല കിടക്കുന്നതെങ്കിൽ അക്കൗണ്ടുകൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി. കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ് ബാങ്ക് വന്നിട്ടുള്ളത്, അത് കറക്റ്റാണ്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ അണ്ടറിൽ ക്യാഷ്. ഇവിടെ വരുന്ന ഒരു അക്കൗണ്ടുകളും തെറ്റാൻ സാധ്യതയില്ല. കാരണം പല കമ്പനിയിലെയും റിസർച്ച് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിലാണ് ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. ബട്ട് എനിവേ നമ്മുടെ കമ്പനീൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ചില സമയത്ത് മാറാമെന്ന് മാത്രം. പക്ഷേ ഗ്രൂപ്പിംഗ് ഒന്നും ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല. ഓക്കെ, ദെൻ അടുത്തത് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അസറ്റിൻ്റെ അണ്ടറിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേര് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നാണ്. ഓക്കെ, IFRSലും അതിൻ്റെ പേര്, UAയിലാണെങ്കിലും അതിൻ്റെ പേര് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്നല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന പേര് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നാണ്. സോ നമുക്കത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം.
എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇത് ഈ ഒരു പേജ് മുകളിലേക്കും താഴേക്കും പോകാൻ വേണ്ടിയിട്ട് അപ്വേർഡ് ആരോയും ഡൗൺവേർഡ് ആരോയും നമുക്ക് യൂസ് ചെയ്യാം. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പേജിലേക്കും, ഇനി ഈ പഴയ പേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കീബോർഡിൽ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടണിൽ കീ ഉണ്ട്. ആ കീ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്വേർഡും പോകാൻ സാധിക്കും. എസ്കേപ്പ് എന്ന് പറയുന്ന ബട്ടൺ ബാക്ക്വേർഡ് പോകുന്നതിനും എൻ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് നെയിം, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പേര് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ അലിയാസ് എന്ന് പറയുന്നത് അതിന് വേറെ എന്തെങ്കിലും ചില പേരുകൾ വേറെ എന്തെങ്കിലും പേരിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിലും ഓക്കെ. ദെൻ ഇങ്ങനെ എൻ്റർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെഡ്ജർ സേവ് ആയിക്കോളും. ഇനി അങ്ങനെയല്ല, ഏത് ലെഡ്ജർ ആണെങ്കിലും സേവ് ചെയ്യുന്നതിന് നമ്മൾ ഇപ്പം ഈ ഒരു ടാബിലാണ് നിൽക്കുന്നത്, ഇത് മുഴുവൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പേജിൽ ഈ ഒരു ടാബിൽ നിന്നുകൊണ്ട് തന്നെ അത് സേവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് കൺട്രോൾ എ എന്ന് പറയുന്നത്. കൺട്രോൾ എ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. ഓക്കെ, ഇവിടെ നമ്മുടെ ആ പേര് മാറി. ഷോർട്ട് കട്ട് കീ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എൻ്റർ അടിച്ചു വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇത് അക്സെപ്റ്റ് ചോദിക്കും. എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സേവ് ആവും, അല്ലെങ്കിൽ കൺട്രോൾ എ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് അടുത്തത് നമ്മൾ നോക്കുന്നത് ബ്രാഞ്ച്, ക്യാപിറ്റൽ അക്കൗണ്ട്, റിസർവ്സ്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട്, റിസർവ്സ് ഒക്കെ നമ്മൾ ഇതിലേത് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് എന്ന് വിചാരിക്കാം. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നമ്മൾ ക്യാപിറ്റൽ രണ്ട് രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മെത്തേഡിൽ നമുക്ക് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഏത് മെത്തേഡിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് എൻഷുർ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഏത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് നോക്കേണ്ടത്. നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ ഫിക്സഡ് ആയിട്ട് നിർത്തണം. ആ ഒരു രീതി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. അതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു കാര്യം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ വിഡ്രോവൽ സംഭവിച്ചു. ഈ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും എന്തിൽ വരിക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരിക. കറണ്ട് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വിഡ്രോവൽസ് അങ്ങനെയൊക്കെയുള്ളത് കറണ്ട് അക്കൗണ്ടിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സ് എന്തെങ്കിലും സാധനം കമ്പനീൻ്റെ അസറ്റ് എടുത്തുകൊണ്ട് പോയി അങ്ങനെയൊക്കെ വരുന്ന ചെറിയ ചെറിയ എമൗണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മൾ കറണ്ട് അക്കൗണ്ടിലായിരിക്കും യൂസ് ചെയ്യുക. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ ബുക്ക് ചെയ്യും. അതിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ പാർട്ട്ണർഷിപ്പാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിലാണ്. ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി LLC ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. LLC എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. കമ്പനീൻ്റെ അണ്ടറിൽ കമ്പനീസ്, ഇന്ത്യയിലാണെങ്കിൽ കമ്പനീസ് ആക്ട്, അവിടെ UAE-ലും കമ്പനീസ് ആക്ട് ഉണ്ടെന്ന് തോന്നുന്നു. കോർപ്പറേറ്റ് ആക്ട്, എനിക്ക് ആ ലോയിൻ്റെ പേര് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഒരു ആക്ട് ഉണ്ട്, ആ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ തന്നെയാണ് അവിടെയും കമ്പനീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കമ്പനീസ് ആവുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വേണം. അതേപോലെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ജനറൽ റിസർവ്സ്, അങ്ങനെ വേറെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, അങ്ങനെ എന്തെങ്കിലും റിസർവുകൾ ഉണ്ടെങ്കിൽ ആ റിസർവുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അന്നേരം ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് നമ്മൾ ഏത് കമ്പനിയാണ്, നമ്മുടെ കമ്പനീൻ്റെ
ലീഗൽ സ്ട്രക്ചർ എന്താണ് എന്ന് നോക്കിയതിന് ശേഷം വേണം ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത് കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, പ്രൊവിഷൻസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ലോൺസ് ആൻഡ് ലയബിലിറ്റീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ദെൻ ബാങ്ക് ഓഡി. ബാങ്ക് ഓഡി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിലും MIS റിപ്പോർട്ടുകളാണെങ്കിലും ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഓഡി എന്ന് പറയുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ, ലോൺസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. ബട്ട് നമ്മൾ കമ്പനീസിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ബാങ്കിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാത്തവരുമുണ്ട്, ചെയ്യുന്നവരുമുണ്ട്. ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബാങ്കിൽ മാത്രം, ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് വൗച്ചറും, എന്തെങ്കിലും റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ റെസീപ്റ്റ് വൗച്ചറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റെസീപ്റ്റ് വൗച്ചറും പേയ്മെന്റ് വൗച്ചറും യൂസ് ചെയ്യാൻ പറ്റില്ല. അന്നേരം പേയ്മെന്റ് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും നമ്മൾ ജേർണൽ വൗച്ചറുകൾ യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് ഓഡിനെ എവിടെ ക്രിയേറ്റ് ചെയ്യും, ബാങ്കിൻ്റെ അണ്ടറിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഈ ലോൺസ് ആൻഡ് ബാങ്ക് ഓഡിനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ലോൺസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ നിന്ന്, ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ബാങ്ക് ഓഡിനെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ ക്രിയേറ്റ് ചെയ്യാം, ബാങ്കിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ സെക്യൂർഡ് ലോൺസ്, അൺസെക്യൂർഡ് ലോൺസ്, ഇങ്ങനെ പറയുന്ന കുറേ അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകളിൽ ഏതിനെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ബേക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം. ദെൻ ഒന്നും കൂടി എസ്കേപ്പ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് എത്താൻ പറ്റും. ദെൻ അടുത്തത് നമുക്ക് ക്രിയേറ്റ് എന്നതിൽ പോയിട്ട് നമുക്ക് ലെഡ്ജർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് നമുക്ക് ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന നമുക്കൊരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. ADCP എന്ന് പറയുന്ന ബാങ്ക് കൊടുത്തു. ദെൻ ഇത് ബാങ്ക് അക്കൗണ്ട് ആണ്. ദെൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നു. ദെൻ പേര് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് അക്കൗണ്ട് നമ്പർ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്തത് IBAN നമ്പർ, സ്വിഫ്റ്റ് കോഡ്, ബാങ്കിൻ്റെ പേര്, ഈ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ മെയിലിംഗ് അഡ്രസ്സ്, ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓപ്പണിംഗ് ബാലൻസ് വരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കമ്പനി ഇപ്പോൾ ജാനുവരി 2024 നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ 0 എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കമ്പനി ക്രിയേറ്റ് ചെയ്തു, ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ഇതൊരു കമ്പനി ആയതുകൊണ്ട് നമുക്ക് ഷെയർ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാം. ഷെയർ ക്യാപിറ്റൽ, ഇത് ക്യാപിറ്റലിന്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിനും 0, ഓപ്പണിംഗ് ബാലൻസ് 0 ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് നമ്മുടെ
ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ വേണം അത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിന്റെ അണ്ടറിൽ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ വൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിന്റെ അണ്ടറിൽ ADCB എന്ന് പറയുന്ന ബാങ്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റലിന്റെ അണ്ടറിൽ ഷെയർ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏതൊക്കെ അക്കൗണ്ടുകളാണോ വേണ്ടത് ആ അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെറ്റ് ആക്കിയിട്ട് വെക്കുക. ഓക്കെ, സോ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ബാക്കിയുള്ള ക്ലാസ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. Okay, ma'am. Thank you.